അല്ലല്ലോ, കമ്പനി ഒരു സ്ഥാപനം രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുക്കുന്നതും കള്ളപ്പണം വെളുപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത്? കമ്പനികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പണം മേടിക്കും. ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ആ പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത്. അവർ പണം മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്ക് KPCCയിലുണ്ട്. അല്ല, അവർ വേറെ ഫേവറൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ഇവരിന്ന് പണം മേടിച്ചിട്ട്. ഇവിടെ അതല്ലല്ലോ കേസ്, അതല്ലല്ലോ കേസ്. എന്താ കേസ്? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജി കമ്പനിയും CMRL കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി ഉണ്ടാക്കുന്നത് തെറ്റല്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് തെറ്റല്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏജൻസിക്ക് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് വെക്കാമോ എന്നുള്ളത് ഒരു മോറൽ ക്വസ്റ്റ്യനാണ്, അല്ലേ? ഒരു മോറൽ ക്വസ്റ്റ്യൻ. ഇനി അതും ശരിയാണെന്ന് വയ്ക്കുക. എങ്ങനെയാണിത് കേസായത്? CMRLൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തു. അതായത് ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ സർവീസും കിട്ടിയിട്ടില്ല, നമ്പർ 1. നമ്പർ 2, എക്സാലോജി കമ്പനിയുടെ സോഫ്റ്റ്വെയർ സർവീസും CMRLൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റവും തമ്മിൽ യോജിക്കുന്നതല്ല. അപ്പോൾ കൊടുക്കണം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ സർവീസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് എഗ്രിമെൻ്റ് ഇറ്റ് സെൽഫ് വാസ് എ ഫ്രോഡ്. കൊടുക്കാൻ പറ്റാത്ത സർവീസിനാണ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തു അക്കൗണ്ടിലേക്ക്, മകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു, കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു, വിത്തൗട്ട് പ്രൊവൈഡിങ് സർവീസ് സേവനം കൊടുക്കാതെ. ഇപ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് ആരെങ്കിലും കാശിട്ട് തരുമോ? ഒരു സേവനവും കൊടുക്കാതെ ഇട്ട് തരില്ലല്ലോ. അപ്പോൾ സേവനം കൊടുക്കാതെ എന്തിന് ഇട്ടുകൊടുത്തു എന്നതാണ് ഇൻട്രീം ബോർഡിൻ്റെ ഫൈൻഡിങ്. അല്ലാതെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ കമ്പനിയിൽ നിന്ന് ഡൊണേഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിലോ, പാർട്ടി നേതാവല്ലേ, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലോ അദ്ദേഹം ഏത് കമ്പനിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി ഡൊണേഷൻ മേടിച്ചാലും ഒരു തെറ്റുമില്ല. തെറ്റു പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ പണം സമാഹരിക്കും, അതിൻ്റെതായ രീതി എല്ലാ പാർട്ടിക്കും ഉണ്ട്. അതെങ്ങനെ തെറ്റ്? അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇത് രണ്ടാണ്. വെരി ക്ലിയർ. ഓരോ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികൾ പാലം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലം പ്രഖ്യാപിക്കുന്നത്. അവിടെ കർത്താവിന് സ്ഥലമുണ്ടെന്നും പറഞ്ഞാൽ അവിടെ പാലം പണിയായിരിക്കാൻ പറ്റുമോ? കർത്താവിന് സ്ഥലമുണ്ടെങ്കിൽ അവിടെ പാലം പണിയുണ്ടെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കർത്താവിന് സ്ഥലമുള്ളതുകൊണ്ട് നീയൊക്കെ നീന്തിപ്പോയാൽ മതി എന്ന് പറയാൻ പറ്റും അവിടെയുള്ള ആളുകളോട്? അതൊക്കെ വെറും ബാലിശ്. അതൊന്നും ഇതിന് ന്യായീകരണമാവുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പരിശോധിക്കാം. ഇതിന് ന്യായീകരണമാവുന്നില്ല, ഇതിനൊരു മറുപടിയില്ല. ഇതിന് പാർട്ടിക്ക് CPMനൊരു മറുപടിയില്ല. CPM ചർച്ച ചെയ്തിട്ടുണ്ടോ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട്? ഇത്രയും സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, കുന്തമാണ്, കുറച്ചക്കരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും, ദൈവത്തിൻ്റെ വരദാനമാണെന്ന് പറഞ്ഞു. ഇത്രയും ഗുരുതരമായൊരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? അതായത് CPM ചർച്ച ചെയ്യത്തില്ല. അവർ സ്തുതിപാഠക സംഘമായി രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി ഈ മന്ത്രിമാരൊക്കെ മാറിയിരിക്കുകയാണ്. CPMൻ്റെ ജീർണതയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. CPM ജീർണതയിലാണ്. ബംഗാളിൽ 33 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നു, 2-3 വർഷം. അന്ന് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ മഹാശ്വേതാദേവി, ബംഗാളിൻ്റെ മനസാക്ഷിയായ എഴുത്തുകാരി, ആ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് അപകടത്തിലേക്ക് പോകുന്ന ആ സർക്കാരിനെ കുറിച്ച് രൂക്ഷമായിട്ടൊരു വിമർശനം നടത്തി. ഇതൊക്കെ ഓർമ്മയുണ്ടാവും. എനിക്ക് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ കേരളത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഔന്നത്യവുമായ MT വാസുദേവൻ നായർ മഹാശ്വേതാദേവിയെ പോലെ ഈ CPMൻ്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി അവരതിനെ കാണട്ടെ. ജീർണത ബാധിച്ചിരിക്കുന്നൊരു പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ വാചകങ്ങൾ ഇവർ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്.
ഇവർ സംഘപരിവാറിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഫാസിസത്തെ നമ്മൾ രാജ്യവ്യാപകമായി എതിർക്കുകയാണ്. കേരളത്തിൽ വരുമ്പോൾ ഫാസിസത്തിൻ്റെ മുഖം തന്നെയാണ് ഇവർക്കുള്ളത്. അടിച്ചമർത്തൽ, അക്രമം, അനീതി, ഇരട്ടനീതി, അസഹിഷ്ണുത, ഇതെല്ലാം മോഡി ഭരണകൂടത്തിനുള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട്. ആ തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നതാണ്. രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. കേരളത്തിൽ വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച, ഇവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ